ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു കിച്ചൻ ഡിലൈറ്റ്സ്. ഇന്ന് ഞാൻ ഏറ്റവും എളുപ്പത്തിൽ ഒരു മീൻ കറി എങ്ങനെയാണ് ഉണ്ടാക്കാൻ പറ്റുക എന്നാണ് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ഇത് അടുക്കളയിൽ അധികം നേരം ഇളക്കിക്കൊണ്ടും ഈ പൊടിയൊക്കെ മൂപ്പിച്ചുകൊണ്ടൊക്കെ നിൽക്കാൻ ഇഷ്ടമല്ലാത്തവർക്ക് വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മീൻ കറി. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഞാനിന്ന് കിളിമീൻ വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 1 കിലോ കിളിമീൻ ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ട് കഴുകി എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞതാണ് ആദ്യം ചേർത്ത് കൊടുക്കുന്നത്. അതേപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 5 പച്ചമുളക് നടുവേ ഒന്ന് കീറിയിട്ടിട്ടുണ്ട്. അതിലേക്കൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. അതേപോലെ തന്നെ ഒരു 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഒരു 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർക്കുന്നുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. അടുത്തതായിട്ടൊരു 1/4 ടീസ്പൂൺ ഉലുവാപ്പൊടിയും 1/4 ടീസ്പൂൺ കുരുമുളകിൻ്റെ പൊടിയുമാണ് ചേർത്ത് കൊടുത്തത്. ഒരു 3 കഷ്ണം കുടംപുളിയുടെ കഷ്ണമാണ് നന്നായിട്ട് കഴുകി എടുത്തിട്ടുണ്ട്. അത് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളവും കൂടെ ചേർത്ത് നന്നായിട്ട് തിളപ്പിക്കാനായിട്ട് ഹൈ ഫ്ലെയിമിൽ വയ്ക്കുക. കുറച്ച് കറിവേപ്പിലയും കൂടെ മുകളിലിട്ട് കൊടുക്കുക. ഇതുപോലെ നന്നായിട്ട് തിളച്ച് വന്നു കഴിയുമ്പോൾ നമുക്കിത് സിമ്മിൽ വെച്ചതിന് ശേഷം ഒരു 15 മിനിറ്റ് നമുക്ക് ഇത് വേവിച്ചെടുക്കണം. ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ഈ ചട്ടി എടുത്ത് ഇതുപോലെ ചുറ്റിച്ച് കൊടുക്കാം കേട്ടോ. ഈ മീനൊന്ന് വെന്ത് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ സ്പൂണിട്ട് ഇളക്കിയാൽ മീനങ്ങ് ഉടഞ്ഞു പോകും. അതുകൊണ്ട് ഇളക്കണം എന്ന് തോന്നുമ്പോൾ ഇതുപോലെ ചുറ്റിച്ച് കൊടുത്താൽ മതി. ഒരു 15 മിനിറ്റൊക്കെ കഴിയുമ്പോഴത്തേക്കും നമുക്കിതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഒരു 3-4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഇതിൻ്റെ മുകളിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഈ ഒരു പച്ച വെളിച്ചെണ്ണയാണ് ഇതിന് നല്ല ടേസ്റ്റ് കൊടുക്കുന്നത്. ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്താൽ മതി. നമ്മുടെ കറി ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇനി ആകെ ചെയ്യാനുള്ളത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു തിക്നെസ് ആവുന്നത് വരെ ഇതൊന്ന് വറ്റിച്ചെടുക്കുക. എളുപ്പമല്ലേ ഇതുണ്ടാക്കാനായിട്ട്? എല്ലാം ഒരേ ചട്ടിയിലേക്ക് തന്നെ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് പോയി വിശ്രമിക്കാം. അതിനുശേഷം വന്ന് ഇത് സമയത്ത് വന്ന് ഓഫ് ചെയ്താൽ മാത്രം മതി. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക്